ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ, ആദ്യം തന്നെ ഒരു സോറി, വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു കൺഗ്രാറ്റ്. കുപ്പാറ്റിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കൺഗ്രാറ്റ്. നമുക്കിനി ഫർദർ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. എടാ, ആദ്യം തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിരിക്കും. ജൂൺ 4 റിസൾട്ട് വന്നു. ജൂൺ 5 തൊട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സൗത്തിന്റെ സൈറ്റിൽ കയറി തന്നെ വേറെ അക്ഷയ സെന്ററിലോ മറ്റും പോകേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഫോണിൽ കൂടെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ ഫീസ് ഒന്നും വരുന്നില്ല എന്നൊരു ഭയങ്കര പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ ടീമിന് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ ഒരു 2500 അങ്ങനത്തെ ഫീക്ക് കൊടുക്കേണ്ട ഒരു ഇതുണ്ട്, സ്കീമുണ്ട്. പക്ഷെ ഇതിൽ ഒരു ഫീസും വരുന്നില്ല. നമുക്ക് നമ്മളെ ഫോണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും അത് ഓൾ ഇന്ത്യ ആണോ സ്റ്റേറ്റ് മാർക്കറ്റ് ആണോ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഇത് സ്വന്തമായിട്ട് തന്നെ അലോട്ട്മെന്റ് പ്രൊസീജിയർ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നെക്സ്റ്റ് ലാസ്റ്റ് റാങ്കിനെ കുറിച്ച് പറയാം. അവിടെ ഞാൻ എന്താ ഇവിടെ ടീമിന്റെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വെച്ചേക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കും ഇപ്പൊ ലാസ്റ്റ് റാങ്കും വെച്ച് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ഇത് തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞ് ഒരു അലോട്ട്മെന്റും കൂടെ ഉണ്ട്. തേർഡ് അലോട്ട്മെന്റ് വരെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റിയൽ ടൈം അലോട്ട്മെന്റും കൂടെ കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ലാസ്റ്റ് റാങ്ക് വെച്ചിരുന്നത്. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. വലിയ ചേഞ്ചസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്നാലും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരാം. കാര്യം പറയാൻ വിട്ടുപോയി. ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഡേറ്റ് ജൂൺ 5 സ്റ്റാർട്ട് ആയെന്ന് പറഞ്ഞില്ലേ, ജൂൺ 20 വരെ ഉണ്ട്. ഓൾമോസ്റ്റ് 15 ദിവസം ഉണ്ട്. ചിലപ്പോൾ ഒരു എക്സ്റ്റെൻഡ് ചെയ്യാം. ലാസ്റ്റ് വരെ കാത്തു നിൽക്കേണ്ട, എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്തോ. എടാ, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ചുകൂടെ ഒരു ഹാപ്പിയൊക്കെ ആവുന്ന ഒരു അപ്ഡേറ്റ് ആണ്. കുസാറ്റിൽ CS-ന്റെ സീറ്റ് കൂട്ടിയിട്ടുണ്ട്. അതാ ചെറിയ 1-2 സീറ്റൊന്നുമല്ല, ഓൾമോസ്റ്റ് ഒരു 60 സീറ്റ് കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ കുസാറ്റിൽ CS-ന് എത്ര 90 സീറ്റായിരുന്നു ഉള്ളത്. ഇപ്പൊ അത് 90-ന് 150 കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെച്ചേക്കാം. ഇത് ഈ ഒരു 60 സീറ്റ് കൂട്ടിയതിൽ റാങ്ക് വേരിയേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പൊ CS-ന് തൃക്കാക്കര മെയിൻ ക്യാമ്പസിലാണ് കൂട്ടിയത്. കുസിക്കിലല്ല, SOയിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലാണ് കൂട്ടിയിരിക്കുന്നത്. 90 എന്നുള്ളത് 150 കൂട്ടിയിട്ടുണ്ട്. സോ എന്താ പറയുന്നേ, റാങ്ക് വേരിയേഷൻ ഓഫ്കോഴ്സ് ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ 90 സീറ്റിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഏറ്റവും സംശയമൊന്നുമില്ല, ഏറ്റവും ഡിമാൻഡിങ് കോഴ്സാണ് CS. അതുപോലെ 90 സീറ്റിൽ ലാസ്റ്റ് റാങ്ക് വന്നേക്കുന്നത് ഓൾ ഇന്ത്യ മെറിറ്റ് തന്നെ 1000 അത്രയൊക്കെ ഉള്ളൂ. ജനറൽ കാറ്റഗറി ഇങ്ങനെയായാലും ഒരു 1000 റേഞ്ച് റാങ്ക് വേണം. അത് ഈ വർഷം എന്തായാലും ഒരു 2000, പിന്നെ സ്പോട്ടിലാണെങ്കിൽ ഒരു 3000 വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം 1000-ൽ കട്ടായെങ്കിൽ ഒരു സ്പോട്ടിലൊക്കെ ഒരു 2100 റേഞ്ചിലൊക്കെ സ്പോട്ട് അഡ്മിഷൻ പോയിട്ടുണ്ട്. സോ ഇത്തവണ അതൊരു 3000-ലേക്ക് സ്പോട്ട് വരെ കാത്തുന്ന ഒരു 3000 ഉള്ള ഒരാൾക്കും സാറ്റിൽ CS കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നോട്ട് ഇറ്റ്. അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ CS-ൽ ഈ റാങ്ക് വേരിയേഷൻ വരുമ്പോൾ വേറെയുള്ള കോഴ്സിന് ഓഫ് കോഴ്സ് മതി. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 1500 റാങ്കുള്ള ഒരാളെന്ന് വെച്ചോ, അയാള് CS EC ഈ ഒരു ഓർഡറിലായിരിക്കും വെക്കുന്നത്. അപ്പൊ CS-ൽ കിട്ടാൻ ചാൻസ് കിട്ടത്തില്ല. അപ്പൊ EC ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ EC കിട്ടാനുള്ള ആള് CS-ലേക്ക് ഈ റാങ്ക് കൂടുമ്പോഴത്തേക്ക് EC കിട്ടാനുള്ള ഒരാളും CS-ലേക്ക് പോകും. അപ്പൊ അവിടെ EC-യുടെ ഒരു ഓപ്ഷൻ വരും. അതേപോലെ ചെറിയൊരു 200 to 400 റേഞ്ച് എല്ലാ കോഴ്സിനും ഇതൊരു വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ഇനി അലോട്ട്മെന്റിന്റെ പ്രൊസീജിയർ അല്ല, ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഡേറ്റ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് ഈ ചാനലിൽ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേര്. കുറച്ചെങ്കിലും ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾ യൂസ്ഫുൾ ആയ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ ഈ CS-ന്റെ സീറ്റ് കൂട്ടിയത് പോലും വലുതായിട്ട് ആരും അറിഞ്ഞിട്ടില്ല. സോ അതേപോലെയുള്ള മേജർ അപ്ഡേറ്റ്സ് എല്ലാം ഈ ചാനലിൽ കൂടെ വരുന്നതാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.